ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ട്വിൻ സ്റ്റാർസ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചേച്ചിയുടെ വീട്ടിലായിരുന്നു. അപ്പോൾ രാവിലെ എന്നെ എണീറ്റ് റെഡി ആയിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. കാശുകൂട്ടൻ എൻ്റെ കൂടെ തന്നെ എണീറ്റായിരുന്നു. ഒരു 5:30 ഒക്കെ ആയപ്പോൾ ഞാൻ എണീറ്റ് റെഡിയായി. പാറുമോൾ ഒരു 6:30 ഒക്കെ ആകുമ്പോൾ എണീക്കുമല്ലോ. അപ്പോൾ അതിന് മുമ്പ് എത്തേണ്ടത് തൊട്ട് ബാക്കിലെ വീടാണ് നമ്മുടെ വീടെന്ന് പറയണത്. കാശിക്കുട്ടന് അപ്പോൾ ചേച്ചി ബിസ്ക്കറ്റും ചായയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനാണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഒന്നാമത്തെ കാര്യം, എൻ്റെ പാറൂസിൻ്റെ 6ാമത്തെ ബർത്ത്ഡേ ആണ്. നാളാണ് കേട്ടോ. ഇപ്പം ഇന്ന് ഞാൻ പോസ്റ്റ് ചെയ്യുന്ന നവംബർ 5th ആണ് അവളുടെ ഡേറ്റ് ഓഫ് ബർത്ത്. നാളെ ഒരു 1 വീക്ക് മുമ്പ് കഴിഞ്ഞായിരുന്നു. നാളിൻ്റെ എന്താണ് നമ്മളിവിടെയൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഡേറ്റ് ഓഫ് ബർത്തിന് ജസ്റ്റ് വേറെ എന്തെങ്കിലും അങ്ങനെയൊക്കെ. അപ്പം അമ്പലത്തിൽ പോണതൊക്കെ നാളുടെ എന്നാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമ്മുടെ വീട്ടിലേക്ക് ഒരാഴ്ചയ്ക്ക് ശേഷം പോവാണ് കേട്ടോ. ഹലോ ഗായ്സ്, അപ്പോൾ ഞാനൊരു 6:30 ആയപ്പോഴത്തേനും നമ്മുടെ കുളി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പാറുമോള് സാധാരണ എണീക്കേണ്ട സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ പാറുമോളിൻ്റെ ബർത്ത്ഡേ ആണല്ലോ. പാറുട്ടനെ എണീപ്പിക്കണം, എന്നെ വിഷ് ചെയ്തിട്ട് എണീപ്പിക്കാമെന്ന് വിചാരിച്ചു. ഞാനൊന്ന് വൈകുന്നേരം വരുള്ളൂ എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ആളൊന്ന് എക്സൈറ്റഡ് ആവുമായിരിക്കും. ചിലപ്പോൾ അങ്ങനെ ഒന്നും ആയിരിക്കില്ല. അമ്മ വന്നാ അങ്ങനെയൊക്കെ ആയിരിക്കും. എക്സ്പെക്റ്റേഷൻ ഈസ് റിയാലിറ്റി. അമ്മ എണീറ്റേ അമ്മ അല്ലേ പാറു 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 പാറുട്ടാ പാറു പാറു ആർന്ന് ആർന്ന് ആര് വന്നിട്ട് കാശി വന്നു. ഇത് നോക്ക് ആരാ നോക്ക് പാറുട്ടാ എനിക്ക് ക്ലാവ് വന്നിരിക്കില്ലേ? കാറ്റ് വന്നിരിക്കില്ലേ? അതെ പാറുട്ടാ നോക്കട്ടെ നമ്മുടെ പൊന്നിനെ നോക്കട്ടെ നോക്കട്ടെ. വല്ലില്ല നോക്കിയേ നോക്ക്. Happy birthday to you. Happy birthday to you. Happy birthday to you, പാൽക്കുട്ടി. പറഞ്ഞോളാം ഹാപ്പി ബർത്ത്ഡേ അല്ലെന്ന്. അമ്മ ഏർലി മോർണിംഗ് ഒക്കെ വന്നു. അമ്മ രാവിലെ തന്നെ വന്നു പാറുവിന്റെ അടുത്ത്. അമ്മ വിചാരിച്ചു പാറ അമ്മനെ കെട്ടിപ്പിടിക്കുന്നത്. എവിടെ നേരത്തെ തന്നെ പോവാ. നോക്കി പായു പായു പിറന്നാളുകാരി പായു പല്ലേച്ച് കുളിച്ച പിറന്നാളുകാരി പിറന്നാളുകാരി പല്ലേക്കുന്നത് പല്ലേച്ച്
കുളിക്കാം. തന്നെ പാറിനെ കുളിപ്പിച്ചിട്ട് മേക്കപ്പ് ചെയ്യാൻ ഇരുത്താൻ പോവാണ് കേട്ടോ. അപ്പോൾ പാറിനോട് കുളിപ്പിക്കുന്ന നേരത്താണ് അമ്മ ഇവിടെ ഉണ്ടായിരുന്നു, വല്യമ്മരോടെയായിരുന്നു പറഞ്ഞത്. ആ സമയത്ത് പാറു ഭയങ്കരമായിട്ട് ഷോക്കായിപ്പോയി. അവൾ വായം തുറന്നേ അവിടെ ഉണ്ടായിരുന്നോ, ഞാൻ പറഞ്ഞു അവിടെ ഉണ്ടായിരുന്നു, അമ്മ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് ഭയങ്കരമായിട്ട് ഷോക്കാവുകയും ചെയ്തു. അപ്പോൾ ഒരു വിഷമവും വരികയും ചെയ്തു. അമ്മ അന്നേരം എൻ്റെ അടുത്തേക്കൊന്നും കാണാൻ വന്നില്ലല്ലോ, എനിക്ക് കാണാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെയാണെങ്കിൽ നിന്നെ പ്രാങ്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നല്ലോ. പക്ഷെ ആരാണ് ആക്ച്വലി പ്രാങ്ക് ആയത് ഗൈസ്? അവളെ ഭാഗത്തുനിന്ന് ഒന്നും ഞാൻ വിചാരിച്ച പോലെ കിട്ടിയില്ല. പാറു ട്യൂഷന് പോയിട്ട് വന്നില്ലേ? പാറു ട്യൂഷന് പോയിട്ട് കുഞ്ഞോളേച്ചിനെ അവിടെ ആക്കിയില്ലേ? ഓൾറെഡി അമ്മ അപ്പം അവിടെ ഉണ്ടായിരുന്നു. കുഞ്ഞോളേച്ചിനോട് അമ്മ ഉണ്ടായിരുന്നു. അത് കേട്ട് വീഡിയോ കോൾ വിളിച്ചില്ലേ? വീഡിയോ കോൾ വിളിച്ചപ്പോൾ കുഞ്ഞോളേച്ചി അമ്മയുടെ തൊട്ടപ്പുറത്തിരിക്കുന്നുണ്ടായിരുന്നു. പാറു ചിരി വരട്ടെ, ചിരി വരട്ടെ. അന്നാലല്ലേ ഇന്ന് രാവിലെ തന്നെ എണീറ്റിട്ട് അമ്മയുടെ മോനെ സർപ്രൈസ് ആക്കാൻ പറ്റുള്ളായിരുന്നു അമ്മയ്ക്ക്. അല്ലെങ്കിൽ അമ്മയ്ക്ക് രാവിലെ വരാൻ പറ്റില്ലായിരുന്നു. മനസ്സിലായോ? പിറന്നാളുകാരി വിഷമിച്ചിരിക്കല്ലേ? ചിരിച്ചേ. നോ, അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം നമ്മുടെ മോന്. ചിരിക്ക്. അമ്മച്ചിരി അമ്മ ഇഷ്ടമുണ്ടെങ്കിൽ ചിരിച്ചിരി. അമ്മ ഇഷ്ടല്ലേ? അയ്യേ, അമ്മയുടെ മോനെ സർപ്രൈസ് ആക്കാനാണ് അമ്മ അവിടെ നിന്നത്. ചിരിക്ക്, ചിരിക്ക്. ചിരി വന്നു, ചുണ്ടിൽ ചിരി വന്നു, ചിരി വന്നു. ഇപ്പം ചിരിക്കൂ. മൂക്ക് വിടരുന്നു, മൂക്ക് വിടരുന്നു. ആ പുഞ്ചിരി വരുന്നു. ചിരിച്ച് ചിരിച്ച് പാറുവിന് സർപ്രൈസ് ഉണ്ട്. കിട്ടൂലേ? പാറുവിന് സർപ്രൈസ് ഉണ്ട്. പാറുവിന് ഏറ്റവും കൂടുതൽ സർപ്രൈസ് പാറുവിന്റെ പാറുവിന്റെ ഫ്രണ്ട്സ് ഭയങ്കര സർപ്രൈസ്. ഇതായിരിക്കാന്നറിയോ? ഇതായിരിക്കാ ഇത് ടീച്ചർക്ക് ടീച്ചർക്ക് ഓരോരുത്തർക്ക് കൊടുക്ക. ഫ്രണ്ട്സിന് എന്തിട്ടല്ലേ എഴുതിരിക്കാൻ It's my birthday. ഇഷ്ടായോ മോനെ? നമുക്ക് 5th കൊടുക്കാട്ടത് എല്ലാവർക്കും. സ്കൂളിൽ അന്നവ ഷൂട്ടിന് പോയില്ലേ ഇവിടെ? അത് ക്രയോൺസ് ടീച്ചർക്ക് മാറിപ്പോകരുത്, ടീച്ചർക്ക് മാറിപ്പോകരുത് കൊടുക്കുമ്പോ എന്ത് അവളോട് കാണിച്ചു കൊടുക്ക്. പാറുട്ടന് ഈ ഗിഫ്റ്റ് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ പോലും അറിയാണ്ട് ഏട്ടൻ സെറ്റ് ചെയ്തതാണത്. ഏട്ടൻ്റെ ഏതോ ഒരു ഫ്രണ്ടിനെ കൊണ്ട് ഏട്ടൻ സെറ്റ് ചെയ്യിപ്പിച്ചതാണ്. പക്ഷെ ഞാനും ഷോക്കായിപ്പോയി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. അപ്പം ഞാനും റെഡിയായി. അയ്യോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു ചുരിദാർ സെറ്റ്. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. നല്ല കളറും ഭയങ്കര അടിപൊളിയായിട്ടുള്ള എംബ്രോയിഡറി വർക്കും, മൊത്തത്തിൽ ഫങ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനം. ഞാൻ എൻ്റെ ലിങ്ക് എന്തായാലും കൊടുക്കാം കേട്ടോ. നിങ്ങൾ മസ്റ്റ് ബൈ ആണ്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി.
അല്ലു ദേ വെറുതെ വാശി പിടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അല്ലുവിനെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണേട്ടെ. ഇനി നമ്മളെല്ലാവരും റെഡി ആയിട്ട് വേണം അമ്പലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഒരു 8:30 ആകുമ്പോഴത്തേനും പോകണം കേട്ടോ. അമ്മ പൊന്മണി, അമ്മ കൺമണി. അമ്മയുടെ പൊന്നെ എവിടെയിടി? നമ്മുടെ കുഞ്ഞിരി കുഞ്ഞിരി എവിടെയിടി? ചേച്ചി ചേച്ചി ആദ്യമായിട്ട് വീഡിയോ കാണിക്കുന്നത്. ഷോർട്സ് ഒക്കെ കാണാം. ഡയറക്റ്റ് ആയിട്ട് മുഖം ചേച്ചിനെ കാണിക്കാറില്ലേ? അമ്പലത്തേക്ക് ഉണ്ടല്ലോ ഞങ്ങൾ വിചാരിച്ച പോലെ തിരക്കൊന്നും ഉണ്ടായില്ല. വേഗം കയറി വേഗം തൊഴാൻ പറ്റി. ഇന്ന് നമ്മൾ കാവൽക്കാരൻ്റെ അടുത്തേക്ക് വേണ്ടിയിട്ട് പോവാണ്. നമ്മളെ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ വന്നിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. ഇവിടെ വന്ന് ഇതിൻ്റെ ഉള്ളിൽ കയറി കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് വേണം നമുക്ക് പോവാൻ. ക്ഷേത്രപാലകനാണ് കേട്ടോ, അതായത് നമ്മുടെ ഈ അമ്പലത്തിന് കാത്തുരക്ഷിക്കുന്ന ആൾ അങ്ങനെയൊക്കെ പറയും. അപ്പോൾ നമ്മൾ അവിടെ പോയി തൊഴുതിട്ട് വേണം ഇറങ്ങാൻ വേണ്ടിയിട്ട്. എല്ലാ പ്രാവശ്യവും കൊടുങ്ങല്ലൂർ അമ്പലത്തേക്ക് ഒരു 3 പ്രാവശ്യം വന്നപ്പോഴും എനിക്ക് കയറി തൊഴുത് കാണാൻ പറ്റിയില്ല അമ്മേനെ, തിരക്ക് കാരണം. പക്ഷെ ഇപ്രാവശ്യം ഞാൻ ഇറങ്ങിയപ്പോഴേ ഞാൻ പ്രാർത്ഥിക്കുകയെന്ന് വെച്ചിട്ട് എനിക്ക് അമ്മേനെ കാണാൻ പറ്റണേ, എൻ്റെ മൂക്ക് കാണിക്കണേ എന്നൊക്കെ. പക്ഷെ ഒരു തിരക്കും ഉണ്ടായില്ല. നമ്മളിത് ഇവിടെ കുറച്ച് നേരം ഇരുന്നതിന് ശേഷം നമ്മളിത് ക്ഷേത്രം വലം വയ്ക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കൂടെ ഷാലിക്കൊച്ചായി ഉണ്ട്, മിനിച്ചേച്ചി ഉണ്ട്. ഇവർ 2 പേരുണ്ടായിരുന്നു. മിനിച്ചേച്ചി ആദ്യമായിട്ടാണ് നമ്മുടെ കൂടെ ഇങ്ങനെ വരുന്നത്. അപ്പോൾ എന്താ പറയുക, മിനിച്ചേച്ചിക്ക് ഹാപ്പി, ഞങ്ങളും സന്തോഷം. ഇവിടെ നമ്മൾ കൊടുങ്ങല്ലൂർ അമ്പലത്തേക്ക് വന്നിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അമ്മ ഏത് അമ്പലത്തിൽ പോയിട്ടുണ്ടെങ്കിൽ ചില്ലറ പൈസകൾ ഒരു കൊട്ടക്കെടുത്ത് കൈ വയ്ക്കും. എന്നിട്ട് എല്ലായിടത്തും അമ്മ വിടും, പിള്ളേരെ കൊണ്ട് ഇടിപ്പിക്കും കേട്ടോ. ഞാനങ്ങനെ ചെയ്തിരുന്നു, പക്ഷേ ഞാനിപ്പോൾ അത് സ്റ്റോപ്പാക്കി. കാരണം ഏതൊരു അമ്പലത്തിൽ പോയപ്പോഴാണ് ഞാൻ QR കോഡ് വെച്ചിരിക്കുന്നുണ്ട് അവിടെ പൈസ ഇടാനില്ലാത്തവർക്ക് പൈസ ഇടിക്കാൻ വേണ്ടിയിട്ട്. അത് കണ്ടപ്പോൾ എനിക്കൊരു നെഗറ്റീവായി പഠിച്ചു കേട്ടോ. അതിൽ പിന്നെ ഞാനങ്ങനെ പൈസ ഇടൽ നിർത്തി ഗൈസ്. ശരിക്കും പേടിച്ചു. ഇത് വേണമെങ്കിൽ പാറുനായിട്ട് ഇപ്പൊ ഒരു ഫോട്ടോ എടുത്തോ. പാറു 1 2 3 പല്ലാണിക്കടാ. ഞങ്ങളിപ്പോ ചന്ദനം മേടിക്കാൻ നിൽക്കാൻ കേട്ടോ. ഞങ്ങൾ എല്ലാവരും ചന്ദനം മേടിക്കും, എന്നിട്ട് അതിൽ ഇത്തിരി തൊട്ടിട്ട് വീട്ടിൽ കൊണ്ടുപോകും, എന്നിട്ട് വീട്ടിൽ വെച്ച് തൊടും. ഞങ്ങൾക്ക് ചന്ദനം എല്ലാവർക്കും മസ്റ്റാണ്, ഭയങ്കര ഇഷ്ടമാണ് ചന്ദനം തൊടുന്നത്, ഭയങ്കര ഇഷ്ടമാണ്. എവിടെ പോയാലും കുറേ ചന്ദനം ഞങ്ങൾ എടുത്തിട്ട് പോരും അവിടുന്ന്, പ്രത്യേകിച്ച് വലിയ വലിയ ക്ഷേത്രങ്ങളിലാണെങ്കിൽ അങ്ങനെ. അതൊക്കെ പറഞ്ഞ പോലെ ഓരോരുത്തരുടെ വിശ്വാസങ്ങളാണല്ലേ, ഓരോരുത്തർക്കും അവരവരുടെ വിശ്വാസങ്ങൾ അത്രയും പ്രാധാന്യമുള്ളതായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൈസ നമ്മൾ ഓരോ നടയിലൊക്കെ ഉഴിഞ്ഞിടും. നമ്മുടെ എല്ലാ വിഘ്നങ്ങളും എല്ലാ ദോഷങ്ങളും അകറ്റാൻ വേണ്ടിയിട്ട് പൈസയൊക്കെ ഉഴിഞ്ഞിടും. എല്ലായിടത്തേക്കും എല്ലാ ദൈവങ്ങളുടെ അടുത്തും ഒരു കാണിക്ക സമർപ്പിക്കാനുള്ളത് ഓരോരുത്തരുടെ വിശ്വാസമാണ്. അവിടെയൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ മെയിൻ ഒരു ഭണ്ഡാരം വെച്ചിട്ടുണ്ടാവുമല്ലോ, അവിടെ ഒന്നും വലിയൊരു എമൗണ്ട് ഒന്നും ഞാൻ ഇടാറില്ല. എന്നോട് ഏട്ടൻ എപ്പോഴും പറയും, എടാ അമ്പലത്തേക്ക് ദൈവത്തിന് എന്തിനാ പൈസ, ദൈവത്തിന് പൈസയുടെ ആവശ്യമില്ല. ദൈവം നമ്മൾ അറിഞ്ഞ് വിളിച്ചാൽ നമ്മുടെ ഒപ്പം എന്തായാലും ഉണ്ടാവും. പൈസ കൊടുത്തിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടുന്നു എനിക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ ഒന്നും ഇല്ല എന്ന് പറയും. ഇയാളെ കൂടിയാന്ന് തോന്നുന്നത്. എൻ്റെ ഒരു കോൺസെപ്റ്റ് അങ്ങനെ പോയി ഗൈസ്. ഞാൻ അങ്ങനെയായിട്ട് പറയാം, ഇവിടെ കൊടുക്കുന്ന പൈസ കൊണ്ട് നമ്മൾ അവിടെ കുറേ പേര് പപ്പടം വിൽക്കാനും ഉണ്ണിയപ്പം വിൽക്കാനും ലോട്ടറി വിൽക്കാനും അങ്ങനെ വയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ട്, അവർക്ക് കൊടുക്കുക, അപ്പോൾ കുറച്ച് പുണ്യം കിട്ടും എന്ന് പറയും.
അവിടെ ഇവിടെ ഓരോരുത്തരെ എൻ്റെ ഒരു ചിന്താഗതിയാണ് പറഞ്ഞേട്ടാ, എല്ലാവർക്കും അതേപോലെയാണെന്ന് അറിയില്ല. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. ഇത് മിനിച്ചേച്ചിയായിട്ട് പാറക്കുട്ടി ഫോട്ടോ എടുക്കുക, എല്ലാവരും കൂടെ അവൾ അലമ്പായി കാണിച്ചിരുന്നു. പക്ഷെ മിനിച്ചേച്ചിയുടെ കൂടെ അവൾ അസലായിട്ട് ഫോട്ടോ എടുക്കാൻ നിന്നു. അപ്പോൾ ഞങ്ങൾ അതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, അവൾ നോക്കിയേ നിൽക്കണത്. എന്നിട്ട് അച്ഛമ്മയും അച്ചാച്ചനുമായിട്ട് ഫോട്ടോ എടുപ്പ്. പാറുവിന് ഒരു ലിമിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ഒട്ടും നിൽക്കില്ല, സഹകരിക്കില്ല. അവളൊരു മൂഡുണ്ട്, ആ മൂഡ് ടൈം എന്ന് പറയുന്നത് വളരെ നിശ്ചിത സമയത്തേക്ക് മാത്രം. ആ സമയത്തിനുള്ളിൽ നമ്മൾ ഫോട്ടോ എടുക്കണം. അപ്പോൾ അച്ചാച്ചനും അച്ചമ്മയായിട്ട് ഫോട്ടോ എടുത്തു. ഫോട്ടോഗ്രാഫർ നിഖിലാണ് ഗൈസ്. ഞങ്ങൾ ഫാമിലി ഫോട്ടോ എടുത്തു. എവിടെ കിട്ടിയൊന്നുമില്ല, ചാച്ചനും മോനും തമ്മിൽ നല്ലൊരു ഫോട്ടോ കിട്ടി. ഇനി അടുത്തത് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. എന്താണ്, മസാല ദോശ കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞങ്ങൾ മസാല ദോശ, നെയ് റോസ്റ്റ്, പുരി, തട്ടുദോശ അങ്ങനെയൊക്കെ മേടിച്ചു. പക്ഷെ പിള്ളേർ കമ്പാരിറ്റീവ്ലി കുറവാണ് കഴിച്ചത് കേട്ടോ. കാശിക്കുട്ടനാണെങ്കിലും ദോശയൊന്നും അവനെ ഞാൻ കഴിപ്പിക്കേണ്ട ആവശ്യമില്ല, അവൻ കഴിച്ചോളും. പക്ഷെ ഇന്നെന്താ അവൻ കഴിച്ചില്ല, കാരണം അവന് വയ്യായൊക്കെ മാറി വരുന്നല്ലേ ഉള്ളൂ. അതുകൊണ്ടായിരിക്കണം നിർബന്ധിക്കാറേ ഇല്ല. പാറു വെയിറ്റിംഗ് ഫോർ നെയ് റോസ്റ്റിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഇപ്പോൾ റീസെൻ്റായിട്ട് ഏട്ടൻ ഇത് മാത്രം കഴിക്കുള്ളൂ, തട്ടുദോശയാണ് കഴിക്കുക പുറത്ത് പോകുമ്പോൾ. നമ്മുടെ പാറുമോക്ക് ശരിക്കും പറഞ്ഞാൽ 6 വയസ്സാവാണ് ഗൈസ്. 6 കൊല്ലം പിഷ്യം എന്ന് പറഞ്ഞിട്ടാണ് പോയത്. ഓരോ ഇയർ കൂടുന്തോറും പാറുവിൻ്റെ സ്വഭാവത്തിലൊക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഞങ്ങൾക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ട്. ഭയങ്കരമായിട്ട് ചേഞ്ചായിട്ട് വരികയാണ് ആൾ. ഒരുപാട് കാര്യങ്ങൾക്കൊക്കെ മെച്യൂർഡായി അങ്ങനെ. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഒരുപാട് കമൻറ്റുകൾ, നിങ്ങൾക്ക് മാത്രമുള്ളൂ ഒരു മോള്. അഫ്കോഴ്സ് ഞങ്ങൾക്ക് മോളായിട്ട് ഇവൾ മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ ആദ്യത്തെ രാജകുമാരിയാണ് ഇവൾ, അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിലൊരു പെൺ സന്താനമാണ് അവൾ. വേറെ ആരുമില്ല ഞങ്ങൾക്കങ്ങനെ എന്താ പറയുക, പൊന്നേ കരളയെന്ന് പറഞ്ഞ നടക്കാൻ. പിന്നെ ഉള്ളത് ഞങ്ങൾക്ക് 3 ആൺപിള്ളേരാണ്. ഞങ്ങളുടെ ചേച്ചിയമ്മേനെ നോക്കേണ്ട ആൺപിള്ളേരാണ് കേട്ടോ അവർ. അപ്പം നമുക്ക് അങ്ങനെ തന്നെ ആയിരിക്കില്ല ഗൈസ്. കുട്ടിക്ക് പറന്നെത്തി 10:30 ആകുമ്പോൾ ട്യൂഷന് വിടാണ് കേട്ടോ. അപ്പോൾ ഗൈസ് ഞങ്ങളിത് ട്യൂഷന് പോകാൻ വേണ്ടി പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് പിറന്നാളായിട്ട് എന്തിനാണ് ട്യൂഷന് വിടുന്നത്? നാളെ എക്സാം ഉണ്ട് പറഞ്ഞു, ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് കുറച്ചധികം പഠിക്കാനുണ്ട്. അപ്പോൾ വെറുതെ ഇവിടെ ഇരുന്ന് സമയം കളയുണ്ടല്ലോ, അപ്പോൾ ട്യൂഷൻ ക്ലാസ്സിൽ ഇരുന്നിട്ട് നന്നായിട്ട് പഠിച്ചോളൂ. അപ്പോൾ ഇഷ്ടമല്ലേ പോവാൻ, ട്യൂഷന് പോവാൻ? പക്ഷേ ഞാൻ പോല ട്യൂഷന് പോണില്ലേ? ട്യൂഷന് പോണില്ലേ? എന്നാൽ ശരി പോണ്ട. കുഞ്ഞച്ചനോട് പോകാൻ പറയാം. കുഞ്ഞച്ചനോട് കുഞ്ഞിനോട് പൊക്കോളം പറയട്ടെ. എന്നാ നീ ട്യൂഷൻ പോണില്ലേ? ട്യൂഷൻ കൂടി പറ്റി. പിറന്നാളായിട്ടെങ്കിലും മോളെ വീട്ടിലിരുത്തി കൂടെ ചേച്ചി എന്നൊരു കമൻറ്റ് ഞാൻ ഒഴിവാക്കുന്നു. പ്ലീസ് ആരും അങ്ങനെ ചോദിക്കരുത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാളെ ഇംഗ്ലീഷാണ് എക്സാം. ഇംഗ്ലീഷ് എക്സാമിൽ ഒരുപാട് പഠിക്കാനുണ്ട്. ഇവിടെ എല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ പാറു പഠിക്കില്ല. കസിൻസൊക്കെ അമ്മയും അച്ഛനും എല്ലാവരും പഠിക്ക് വരുന്നതുകൊണ്ട് അവൾ കളിച്ച് നടക്കുള്ളൂ. അവിടെ ആകുമ്പോൾ ചേച്ചി പക്കയായിട്ട് പഠിപ്പിക്കും. നമ്മുടെ കലാകാരൻ ഇവിടെ വലിയ കലയിലാണ്, ഫുള്ള് സ്കെച്ചോട് വരച്ച് നാശാക്കാണ് കേട്ടോ. നമ്മുടെ ഉച്ചഭക്ഷണം വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ചോറ്, മോരുകാച്ചി, അവിയൽ, രസം, ഇഞ്ചമ്പുളി, ബീട്രൂട്ട് കറി, ക്യാബേജ്, പപ്പടം, കറികളും വിത്ത് ഇല അടക്കം റെഡി ആയിട്ടുണ്ട്. ഇവിടേക്ക് പിന്നെ നമ്മുടെ ഇവിടെ വേറെ നമ്മൾ പ്രത്യേകിച്ച് ആരെയും വിളിച്ചിട്ടില്ല. വീട്ടിൽ അച്ഛനമ്മയും അമ്മ ഉച്ചയ്ക്ക് 2 അവർ ബ്രേക്ക് എടുത്തിട്ടാണ് വരുന്നത്. അച്ഛനമ്മ, ചാന്തു, സഞ്ജു. ഇവിടെ കിഴക്കേന്ന് നമ്മുടെ കുഞ്ഞുണ്ട്, വല്യമ്മയുണ്ട്, ഷാലിക്കൊച്ചയുണ്ട്, നമ്മളുടെ അത്രയും പേരുള്ളൂ. ലീനമ്മയ്ക്ക് പിന്നെ ഇടയിൽ നിന്ന് ഇറങ്ങാൻ പറ്റിയില്ല, അതുകൊണ്ട് ലീനമ്മയ്ക്ക് വരാൻ പറ്റിയില്ല. സോ ഗൈസ്, ഇനി അപ്പോൾ നിങ്ങൾ വിചാരിക്കും പാറുമോളെ പിറന്നാളായിട്ട് എന്തെങ്കിലും ചേച്ചി ട്യൂഷൻ വിട്ടിയത്. നാളെ എക്സാമാണ്, ഇംഗ്ലീഷാണ്, ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പോൾ ഇവിടുത്തെ തിരക്കിൻ്റെ ഇടയിൽ എന്തായാലും പഠിപ്പിക്കാൻ ഇരുത്താൻ പറ്റില്ല അവളെ. അപ്പോൾ അവിടെയാണെങ്കിൽ അവളുടെ നിന്ന് പഠിച്ചോളും. സോ അതുകൊണ്ടാണ് കേട്ടോ ട്യൂഷൻ വിട്ടത്. അപ്പോൾ പാറ് വരുമ്പോഴത്തേനും പിന്നെ അവിടെ പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ, സദ്യ കഴിക്കുക. മുട്ടയിടാത്തൊരു കേക്ക് അന്വേഷിച്ച് പോയിട്ട് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ നട്ടം തിരിവെന്ന് പറയും. മുട്ടയിടാത്ത കേക്ക് ഒരിക്കലും ഉണ്ടായിരുന്നില്ല. അതിങ്ങനെ ഉണ്ടാക്കാനും കുറച്ച് പാടാണ്, കാരണം ചിലപ്പോൾ അത് എല്ലാവരും വാങ്ങിച്ച് പോവില്ലല്ലോ. നമ്മൾ എവിടെ നിന്നാണ് ഏട്ടാ കേക്ക് മേടിച്ചെന്നിട്ട്? കേക്കിന് മാത്രമായിട്ടൊരു ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ കേക്ക് മേടിച്ചത്. അവിടെ ഇപ്പോൾ സ്വാമിമാരുടെ സീസണൊക്കെ അല്ലേ, അതുകൊണ്ട് അപ്പം സ്വാമിമാരുടെ സീസണും കൂടി ആയതുകൊണ്ട് അവിടെ കേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് വരുന്നു, ചെറുതായിട്ടൊന്ന് കേക്ക് കട്ട് ചെയ്യുന്നു. ഉണ്ടോ എൻ്റെ പൊന്നെ? അതിനു പറ്റില്ലേ കുഞ്ഞെ? അമ്മയുടെ പൊന്നിന് പറ്റുന്നത് അമ്മ കൊണ്ടുപോയി, അതിന് വേണ്ട. ചൂടുണ്ടായിനോ?
അച്ഛൻ വന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഷാലിക്കൊച്ചായി വന്നു, പിന്നെ കിഴക്കയിൽ വല്യമ്മ വന്നു, ചാന്തും സഞ്ജുവും അവരെല്ലാവരും വന്നു. വേറെ നമ്മൾ അയൽവക്കങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞൊന്നുമില്ല. എന്താ പറയുക, വലിയൊരു ഗ്രാൻഡായിട്ടൊന്നും നടത്തണില്ല. ജസ്റ്റ് ഓൺലി എൻ്റെ വീട്ടിൽ നിന്ന് ലീനയ്ക്ക് വരാൻ പറ്റിയില്ല. പിന്നെ നമ്മുടെ കിഴക്കിൽ നിന്നും നമ്മുടെ കൊച്ചായി പറഞ്ഞാൽ നമ്മുടെ നാത്തൂൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കും. അതവളുടെ ഹോബിയാണ്. എന്താ ചെയ്യുക. പിന്നെ കാശിക്കുട്ടൻ്റെ 2 തലണൊക്കെ വെച്ച് അതിൻ്റെ മേലെ കയറിയിരുന്ന് സർക്കസ് കളിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ അതേ കീത്തു അമ്പലത്തിൽ നിന്ന് ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നില്ല. പാറുമോക്ക് അത് ഗിഫ്റ്റ് വാങ്ങിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. പ്ലസ് കേക്ക് വരുന്ന വഴിക്ക് കേക്ക് മേടിച്ചു. പിന്നെ നമ്മുടെ അമ്മേനെ പിക്ക് ചെയ്തു. അപ്പോൾ അതേ സിജിനോട് വിശേഷങ്ങൾ പറയാണ് കേട്ടോ. ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് എന്താണായിരുന്നു കാര്യം ഞാൻ മറന്നുപോയി. അല്ലുട്ടൻ ആസ് യൂഷ്വൽ വാശിയിലാണ് ഗൈസ്. ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, കേക്ക് കട്ട് ചെയ്യണം. ചോറുണ്ടിട്ട് കേക്ക് കട്ട് ചെയ്യണം. കേക്ക് കട്ട് ചെയ്തിട്ട് ചോറിനോ ഡൗട്ടായിരുന്നു. പിന്നെ വിചാരിച്ചു അമ്മയ്ക്ക് വേഗം തന്നെ പോകണം, 2 മണിക്കൂറല്ലേ ഉള്ളൂ. സോ നമുക്ക് ആദ്യം നേരം കേക്ക് കട്ട് ചെയ്യാം, എന്നിട്ട് നമുക്ക് ചോറിനാം. അവരെന്താ എടുക്കല്ലേ എല്ലാരും വന്നാ കാശി നിൽക്കണ്ടോടാ. Happy birthday to you. Happy birthday to you. Our friend is not going to ഹലോ ഹാപ്പി ബർത്ത്ഡേ ചേച്ചി കൊടുത്ത അമ്മ പാത്രം കട്ട് ചെയ്ത് കൊണ്ടാണ് വെക്കുന്നുണ്ടോ. അച്ഛൻ മുറിച്ചേരാ. എല്ലാരും കൊണ്ട് എല്ലാരും വായിൽ വെച്ചെടുക്കണം കേട്ടോ. പാറു ഓക്കെ അല്ലേ? മാറ്റിക്കോ. കുറച്ച് നന്ദി തെച്ച് ചാച്ചനോട് അങ്ങനെ
റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് നോക്ക് സൈഡിൽ നിൽക്കണം. പറഞ്ഞോ തുറന്നു കാണാനില്ല ആ കൊച്ചു പരിചാക്കി തുറക്കാണ്ടാണ് കൊടഞ്ഞോള് അത് കാണിച്ചു കാണിച്ചാ ഇങ്ങോട്ട് കാണിച്ചാ സൂപ്പറായിട്ട് അമ്മയ്ക്കിടാറുള്ളതായി. കൊടുക്ക് അളിയണ്ടേ കൊടുക്കുന്നേ. ഇവിടെ വെച്ച് പൊട്ടിക്ക് ഇവിടെ പൊടിച്ചോ പൊടിക്ക് പോലെ ആൾക്കാരുണ്ട് അവര് സമാധാനത്തിൽ പൊളിക്കട്ടെ അമ്മേ. പാറു എന്തായിരിക്കും? പാറു എന്തായിരിക്കും? പറ എന്തായിരിക്കും? പറയണ അങ്ങനെയാണ് എന്നാലല്ലേ നമുക്ക് കാശ് എടുത്തിട്ട് ഓടുമ്പോ ചേച്ചിക്കുള്ളതാണ് ചേച്ചിയുടേണത് തൊട്ടടുത്ത ഒരാള് ആ ചേച്ചിയുടേണത് വീഴും അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുന്നേ അത് വിചാരിച്ചല്ല എടാ ബെൽറ്റ് ഉണ്ട് ബെൽറ്റ് ഹെയർ ബാൻഡ് തൊട്ടേ ഇവിടെ തിരിച്ചിട്ട് വെക്കണം വെളിച്ചെടുക്കും നോക്കട്ടെ പാറു സൂപ്പർ അമ്മാമേ എവിടെ സഞ്ജു സഞ്ജു എല്ലാരും ഏട്ടൊന്ന് ചെയ്ത് കൊടുക്കും
അത് യൂസ് ചെയ്യടാ. അയിന് മാമ ഇതെനിക്കല്ലേ മാമ മാമ അയിനല്ലേ പാറുനി വണ്ടി അതെ പാറുങ്ങനെ ഞാനും പാര് പാറു പാറുമ്പോ ഓടിക്കാൻ തരാ പാറു ഉണ്ണിക്കറിയില്ല പൊന്നോ മാറ്റും മാറ്റും സഞ്ജു പാറിന കാശ് മാറ്റിടാ ഏട്ടാ പൊക്ക് ഏട്ടാ പൊക്ക് ഓടിക്കോ ഏയ് നോ 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 പാറു പാറുമോള് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് തുറന്നിട്ടേ പാറുമോൾക്ക് ഇങ്ങനെ ഓടിക്കാൻ കിട്ടിയില്ല. എൻ്റെ മൂക്ക് അങ്ങോട്ട് ഭയങ്കര വിഷമമായി പോയി. ഇത് പിണങ്ങിയിരുന്നു കേട്ടോ. പിന്നെ സമാധാനിപ്പിച്ചപ്പോൾ ഓക്കെ ആയി. അതേ കമ്മലിട്ട് കൊടുക്കുകയാണ് മേമ വാങ്ങിച്ചത്. പാറുവിനല്ലെങ്കിൽ പാറുവിന് വേണ്ടി ഒരു സാധനം മേടിച്ചാൽ അത് യൂസ് ചെയ്യാനുള്ള ഭാഗ്യം പാറുവിന് കിട്ടാറില്ല. പാറുവിൻ്റെ കുറുമ്പൻ അനിയന്മാർ അത് ഉപയോഗിക്കും. പാറു പിന്നെ സാക്രിഫൈസ് ചെയ്യും. അത് പാറു ഉണ്ണികളായപ്പോൾ തൊട്ട് അങ്ങനെ തന്നെയാണ് കേട്ടോ. പക്ഷെ അവള് എന്താ പറയുക, ഇപ്പോൾ ഈ സൈക്കിളിൻ്റെ കാര്യമുണ്ടല്ലോ, അവൾ വളരെ റെയറായിട്ട് അങ്ങനെ വിഷമിച്ച് പോകാറുള്ളൂ. അല്ലെങ്കിൽ അവൾ പറയാറ് അമ്മ അവരെടുത്തോട്ടെ അങ്ങനെ പറയും. അത് കേൾക്കുമ്പോൾ നമുക്ക് വിഷമം. വല്ലപ്പോഴൊക്കെയാണ് അച്ഛൻ പാറ അത്രയും ആഗ്രഹിച്ച് കിട്ടിയ സാധനം കയ്യിൽ നിന്ന് പോകുമ്പോൾ ഇച്ചിരി വിഷമം ഉണ്ടാവും. നമ്മളിതേ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇലയിൽ പപ്പടം, പഴം, പായസം, അച്ചടി, കിച്ചടി എല്ലാ വിഭവങ്ങളും ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഉണ്ണികളും ഇരിക്കുന്നുണ്ട്. ഇവന്മാർക്ക് ചോറ് കഴിക്കാനാണ് പിന്നെ അറിയാത്തത്. കൂട്ടിക്കുഴച്ച് കഴിക്കാനൊന്നും കറക്റ്റായിട്ട് അറിയില്ല. കാശിക്കുട്ടന് ഉരുള പിടിക്കാനൊന്നും അറിയില്ല. പക്ഷേ ഇതെന്തോ വലിയ സംഭവമാണ് എന്നുള്ളത് അവർക്കറിയാം. സദ്യയാണെന്നറിയാം. പാറുമോള് പിന്നെ പാറുമോളുടെ ചേച്ചിയുടെ അടുത്താണ് ഇരിക്കുന്നത് കേട്ടോ. മേലിൽ നമ്മൾ അച്ഛന്മാർക്കും അമ്മയ്ക്ക് വേഗം പോകേണ്ടതുകൊണ്ട് അമ്മേനൊക്കെ ഇരുത്തി നല്ല സദ്യയായിരുന്നു. നമ്മുടെ പരിസരത്ത് തന്നെ വലിയൊരു പാചകക്കാരനുണ്ട്. ആളൊക്കെ നിന്നാണ് നമ്മൾ രാമേന്ദ്രേട്ടൻ്റെ നിന്നാണ് ഫുഡ് മേടിക്കാറുള്ളത്. സദ്യ എന്ന് പറയുമ്പോൾ നമ്മൾ വേറൊരു ഓപ്ഷനിലേക്ക് തിരിയാറില്ല. ആളെ സദ്യയാണ് നമ്മൾ കൂടുതലും മേടിക്കുക. പിന്നെ നമ്മൾ വല്ല എക്സ്പെരിമെൻറ്റ് അങ്ങനെ ചെയ്യും, വേറെ വല്ലയിടത്തൊന്നും മേടിച്ചിട്ട്. എന്തായാലും കറങ്ങി തിരിഞ്ഞ് ഞങ്ങൾ അവിടെ തന്നെ എത്തുള്ളൂ. കാശിമോന് ഇഞ്ചിമ്പുളി ഭയങ്കര ഇഷ്ടമാണ്. ഇതിൽ നന്നായി കഴിച്ചത് അല്ലൂസാണ്. അല്ലൂസ് നന്നായി കഴിച്ചിട്ടുണ്ടായിരുന്നു. പാറുമോള് സദ്യ നന്നായിട്ട് കഴിക്കുന്നതാണ്. പക്ഷേ ഇന്നെന്തോ അങ്ങനെ കഴിച്ചില്ല. എനിക്ക് തോന്നുന്നു മസാല ദോശയൊക്കെ കുറച്ച് നേരത്തിലേ കഴിച്ചത്. പിന്നെ ഞാൻ വിചാരിച്ചു വാരി കൊടുക്കാമെന്ന്. പാറുമോള് 2ാമത്തെ പിറന്നാളിന് ഞാനും ഏട്ടനും ഇരുന്ന് വാരി കൊടുത്തിരുന്നത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പം ചിലപ്പോൾ സമ്മതിക്കില്ല എന്ന് ഞാൻ വിചാരിച്ചത്, പക്ഷെ സമ്മതിച്ചു. എനിക്ക് സന്തോഷമായി. എൻ്റെ പൊന്നിൻ്റെ 6ാമത്തെ പിറന്നാൾ എന്താ പറയുക, നല്ല രീതിക്ക് നടത്താൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. ഇത് നമ്മുടെ മിൻചേച്ചി. മിൻചേച്ചിനെ ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിച്ച് ഞങ്ങളുടെ ഉപ്പാട് ഇളകി. എന്നിട്ട് വലിച്ച് പിടിച്ച് കൊണ്ട് മേച്ചമ്മ കൊണ്ടിരുത്തിരിക്കുകയാണ് കേട്ടോ. മിൻചേച്ചി അങ്ങനെ എന്താ പറയുക, അങ്ങനെ വരുമൊന്നുമില്ല. പക്ഷെ നമ്മൾ വലിച്ച് പിടിച്ച് കൊണ്ടിരുത്തിയേ വരും. നമ്മുടെ ശാലിക്കൊച്ചയുടെ ഫ്രണ്ടും കൂടിയാണ്, നൈബറും കൂടിയാണ് കേട്ടോ. പിന്നെ നമ്മുടെ ചാന്തുവും സഞ്ജു ഉണ്ടായിരുന്നു. അവരും ഫുഡ് കഴിച്ചു. ചാന്തുവിൻ്റെ ഇലയിൽ ഒരു കൊട്ടയ്ക്ക് ചോറങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് തേനടിയത് എന്ന് പറഞ്ഞു കൊച്ചായി. ചാന്തു പേടിച്ചരട്ടിരുന്ന് കഴിക്കുകയാണ്. നല്ലൊരു സദ്യയായിരുന്നു. നമ്മൾ ഞങ്ങളുടെ ഫുഡൊക്കെ കഴിയാറായപ്പോഴത്തേനും അമ്മ പോയായിരുന്നു കേട്ടോ. അമ്മ കുറച്ച് കേക്കൊക്കെ കൊണ്ടാണ് പോയത് അമ്മയുടെ ഓഫീസിലേക്ക്. പിന്നെ പാറുൻ്റെ നെക്സ്റ്റ് ട്യൂഷൻ ടൈമായി. 3:30 ആകുമ്പോൾ അവൾക്ക് ഈവനിങ് ട്യൂഷൻ്റെ സമയമായി. അപ്പം നമ്മൾ ഈ ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, സ്കൂളിലെ കുട്ടികൾക്ക് കണക്കാക്കിയിട്ടാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്താ പറയുക, ട്യൂഷൻ ക്ലാസ്സിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് ട്യൂഷൻ ക്ലാസ്സിലേക്കും ട്യൂഷൻ ടീച്ചർക്കും നമ്മൾ കൊടുത്തു. ഇതായിരുന്നു അത്. അയ്യോ, എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞങ്ങൾക്കേ ഇങ്ങനെയൊന്നും പറ്റിയിട്ടില്ല. നമ്മളൊക്കെ ഒരു മിഠായിയൊക്കെ കൊണ്ടുപോകണം അത്രയും റയറായിരുന്നു കേട്ടോ. ആദ്യം തന്നെ അവളെ ചേച്ചിക്കാണ് ഗിഫ്റ്റ് കൊടുത്തത്. അപ്പം അച്ഛൻ കണ്ടപ്പോൾ ഇത് എന്താണ് സംഭവം, സെറ്റപ്പാണല്ലോ അങ്ങനെ പറഞ്ഞ് നോക്കി നിൽക്കുകയാണ്.
ഇങ്ങനെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ മക്കൾക്ക് ഇങ്ങനെ കൊണ്ടുപോകാനൊക്കെ പറ്റുന്നത് ഒരു ഭാഗ്യമൊക്കെ തന്നെയാണ്. അപ്പോഴും ഞാൻ പാറിനോട് പറഞ്ഞ് മനസ്സിലാക്കും, പാറു എത്രയോ കുട്ടികൾ ഇതൊന്നും ഇല്ലാണ്ട് ഇതൊന്നും ആസ്വദിക്കാൻ പറ്റാണ്ടിരിക്കുന്നുണ്ടെന്നറിയോ, അതുകൊണ്ട് നീ ഇത് ദൈവത്തിനോട് എപ്പോഴും നന്ദി പറയണം. ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൽ, ഇതിങ്ങനെ കൊടുക്കാൻ പറ്റുന്നതിൽ എപ്പോഴും പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഞാൻ മാത്രമല്ല, നമ്മുടെ വീട്ടിലെല്ലാവരും ഇല്ലായ്മ എന്തായാലും പറഞ്ഞ് പഠിപ്പിക്കും. ശരിക്കും ഇല്ലായ്മ അറിഞ്ഞ് വളരണം, എന്നാലും അതിൻ്റെ ഒരു വില അറിയത്തുള്ളൂ. നമ്മളതിങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് മാക്സിമം ശ്രമിക്കും. ട്യൂഷനൊക്കെ പോയി, എൻ്റെ അച്ഛനും പോയിട്ടോ ചായ കുടിച്ച് കഴിഞ്ഞിട്ട്. ഇപ്പോൾ അതേ കുഞ്ഞോളേച്ചി വൈകുന്നേരം കൊണ്ടുതന്ന ഗിഫ്റ്റാണിത്. അങ്ങനെ ഗിഫ്റ്റൊക്കെ കിട്ടി പാറുട്ടും ഭയങ്കര ഹാപ്പി ആയിട്ടോ. ഗൈസ്, നമ്മുടെ പാറുമോളുടെ 6ാമത്തെ പിറന്നാൾ നമ്മൾ അങ്ങനെ ആഘോഷിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താണ്, ഇപ്രാവശ്യം ചെറിയൊരു കുറവ് മീൻസ് അവൾക്ക് നോണൊക്കെ ഇഷ്ടമാണല്ലോ, അപ്പോൾ അതൊന്നും കഴിക്കാൻ പറ്റാത്തൊരു കുട്ടി വിഷമം. പക്ഷെ അത് അവൾക്കതൊരു വലിയ വിഷമമായിട്ട് ഫീൽ ചെയ്യില്ല, കാരണം മലയ്ക്ക് പോണ ഒരു കാര്യം ആളെ ഒരു ട്രാക്കിക്ക് വീണുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാലും നമ്മുടെ എല്ലാ വീട്ടുകാരൊക്കെ എത്തി, കേക്കൊക്കെ കട്ട് ചെയ്ത് നല്ലൊരു സദ്യയൊക്കെ കഴിച്ച് കുറച്ച് ഗിഫ്റ്റൊക്കെ കിട്ടി. ആളും ഭയങ്കര ഹാപ്പി, നമ്മളും ഭയങ്കര ഹാപ്പി. അപ്പോൾ എന്താണ്, പാറിൻ്റെ ബർത്ത്ഡേ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന നമ്മുടെ പാറുമോളിനൊപ്പം വേണം. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ, സീ യു.